തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ CPI അടക്കമുള്ളവർ പാലം വലിച്ചെന്ന് CPM. LDF തീരുമാനിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രാദേശിക തലത്തിൽ നീക്കം നടന്നുവെന്നും CPMന്റെ അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊള്ളാവുന്നവരെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയാത്ത പാർട്ടിയാണ് CPI എന്നും CPM റിപ്പോർട്ടിൽ പരിഹാസമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം കണ്ടെത്തി കീഴ്ഘടകങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിലാണ് CPIക്കെതിരെ CPM വിമർശനമുള്ളത്. സീറ്റ് വിഭജനം കഴിഞ്ഞ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രാദേശിക നേതൃത്വത്തിൽ പ്രവർത്തനം നടക്കുന്ന സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുവെന്നാണ് CPM വിമർശനം. സീറ്റ് വിഭജനത്തിൽ കഴിയുന്നത്ര വിട്ടുവീഴ്ച CPM ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രാദേശിക തലത്തിൽ ചില സ്ഥലങ്ങളിൽ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി. മികച്ച സ്ഥാനാർത്ഥികളെ അവരുടെ സീറ്റിൽ കണ്ടെത്താൻ CPIക്കും ചില ഘടകകക്ഷികൾക്കും കഴിഞ്ഞിട്ടില്ല. പലയിടങ്ങളിലും CPM നേതാക്കളെ തന്നെയാണ് സ്ഥാനാർത്ഥികളായി നിർത്തിയതെന്നും റിപ്പോർട്ട് പറയുന്നു. കൊല്ലം ജില്ലയിലടക്കം CPIക്കകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ റിബലുകളെ സൃഷ്ടിച്ചു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളോട് പ്രതികരിക്കാനില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. അത്തരം റിപ്പോർട്ടിന്റെ മുകളിലൊന്നും ഞങ്ങൾ കയറി ചർച്ച നടത്തി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ പോകുന്നില്ല. ഇത് CPIക്കും CPMനും ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ നന്നായിട്ട് അറിയാം. ആ രാഷ്ട്രീയ പ്രാധാന്യം അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. CPMന്റെ വിലയിരുത്തലിനോട് വിയോജിപ്പുണ്ടെങ്കിലും അത് ഉഭയകക്ഷി ചർച്ചയിലോ മറ്റോ പറഞ്ഞാൽ മതിയെന്നും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടെന്നുമാണ് CPI നേതൃത്വത്തിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.